Dear students, welcome to another class of GST. Today we are going to discuss refund. GST refund. റീഫണ്ടിന്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വാറ്റ് നിയമത്തിൽ നിന്നും കുറച്ചും കൂടെ വാറ്റ് നിയമത്തിന്റെ അത്ര സിമ്പിൾ ആയിട്ടല്ല ഇവിടെ നമ്മൾ റീഫണ്ട് കൊടുക്കുന്നത്. വാറ്റ് നിലനിരുന്ന സമയത്ത് ഒരു ഡീലറുടെ ക്രെഡിറ്റിൽ എത്രയാണോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉണ്ടായിരുന്നത് അതെല്ലാം തന്നെ അല്ലെ ആ ഇയർ എൻഡിങ് ആ ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് ആവുന്ന സമയത്ത് അയാൾക്ക് റീഫണ്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. പക്ഷെ നമ്മൾ GST നോക്കുന്ന സമയത്ത് ഇതെന്താ ചെയ്യുന്നത്, ഇത്തരത്തിൽ അൺയൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എല്ലാം തന്നെ അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാണ് ചെയ്യുന്നത്. GST നമ്മൾ നോക്കുകയാണെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ് റീഫണ്ട് നൽകുന്നത്. സോ ദ റീഫണ്ട് ഇൻക്ലൂഡ് refund of tax paid on zero rated supplies of goods or services or both. അല്ലെ, സീറോ റേറ്റഡ് സപ്ലൈസ്, അതായത് എക്സ്പോർട്ട് ചെയ്യുന്ന സിറ്റുവേഷനിൽ എന്ത് നൽകുന്നുണ്ട്, റീഫണ്ട് കൊടുക്കുന്നുണ്ട്. ഓർ ഇൻപുട്സ് ഓർ ഇൻപുട്ട് സർവീസസ് യൂസ്ഡ് ഇൻ മേക്കിംഗ് സച്ച് സീറോ റേറ്റഡ് സപ്ലൈസ്. അപ്പൊ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻപുട്സ് ആൻഡ് ഇൻപുട്ട് സർവീസസ്. ഓർ റീഫണ്ട് ഓഫ് ടാക്സ് ഓൺ ദ സപ്ലൈ ഓഫ് ഗൂഡ്സ് റിഗാർഡഡ് ആസ് ഡീംഡ് എക്സ്പോർട്സ്. ഇപ്പൊ സീറോ റേറ്റഡ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഡീംഡ് എക്സ്പോർട്ടിന്റെ കേസിലൊക്കെ തന്നെ റീഫണ്ട് കൊടുക്കുന്നുണ്ട്. ഓർ റീഫണ്ട് ഓഫ് അൺയൂട്ടിലൈസ്ഡ് ITC. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നോർമലി ഇയർ എൻഡിങ് വരുന്ന സമയത്ത് അത് അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത്തരത്തിൽ അൺയൂട്ടിലൈസ്ഡ് ആയിട്ട് കിടക്കുന്നത് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, GST നിയമപ്രകാരം റീഫണ്ടിന് അപേക്ഷിക്കാം. അതുപോലെ തന്നെ മറ്റൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്ന് പറയും. അല്ലെ, ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചറിൽ ഈ അൺയൂട്ടിലൈസ്ഡ് ITC എന്ന് പറയുന്നത് ആ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചറിന്റെ കീഴിലും കൂടെ വരുന്നതാണ്. ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ സാധനം വാങ്ങുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് ഹയർ ആവുകയും എന്നാൽ അത് വിൽക്കുന്ന സമയത്ത് അതിന്റെ ടാക്സ് റേറ്റ് കുറവ് വരികയും ചെയ്യും. സോ ആ ഒരു സിറ്റുവേഷനിൽ റോ മെറ്റീരിയൽസിന്റെ GST ഉയർന്ന നിരക്കും ഫിനിഷ്ഡ് ഗുഡ്സ് വരുമ്പോഴത്തേന് ലോ ആവും ചെയ്യുന്ന സിറ്റുവേഷനിൽ അവിടെ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ അൺയൂട്ടിലൈസ്ഡ് ആയിട്ട് എക്സസ് ITC കിടക്കുന്നുണ്ടാവും. ആ ITC ഒക്കെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, റീഫണ്ട് ആയിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കും. അതാണ് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ അതും റീഫണ്ടിന്റെ ഒരു സിറ്റുവേഷൻ തന്നെയാണ്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കും ഏതൊക്കെ കേസിലാണ് റീഫണ്ട് വരുന്നത് എന്നുള്ളത്. സോ റീഫണ്ട് നമ്മൾ നോ റീഫണ്ട് വിൽ ബി ഗിവൺ ഇഫ് ദ എമൗണ്ട് ഈസ് ലെസ് ദാൻ ₹1000. 1000 രൂപയിൽ താഴെയുള്ള കേസിൽ ഈ സിറ്റുവേഷനിലൊന്നും തന്നെ റീഫണ്ട് കൊടുക്കുന്നില്ല. Okay, then any person claiming refund of any tax interest and can make an application within 2 years. നമുക്ക് എന്നാണോ റീഫണ്ട് വേണ്ടത് അല്ലെ, അത്തരത്തിൽ നമ്മൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ വിത്തിൻ 2 year നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തിരിക്കണം. And also a registered person claiming refund of any balance in the cash ledger or electronic credit ledger can claim such a refund in the monthly return. അപ്പം അതല്ലാതെ വരാവുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മുടെ ക്യാഷ് ലെഡ്ജറിൽ. നമ്മൾ ലെഡ്ജർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ. സോ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലോ അല്ലെങ്കിൽ ക്രെഡിറ്റ് ലെഡ്ജറിലോ ഉള്ള ബാലൻസും നമുക്ക് റീഫണ്ട് ആയിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അത് ആ മന്ത്ലി റിട്ടേണിൽ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, റീഫണ്ട് ക്ലെയിം ചെയ്യാം. Okay, so these are the different situations. Then refund is a very important term under the GST for the person who is eligible to claim the refund and for the GST authority who issues the refund order. അല്ലെ, ഇപ്പോൾ റീഫണ്ട് ഓർഡർ ഇഷ്യൂ ചെയ്യുന്ന ആ ഒരു പ്രോപ്പർ ഓഫീസറെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഓൾസോ ദ പേഴ്സൺ ഹു ഇസ് ക്ലെയിമിംഗ് ദ റീഫണ്ട്. അപ്പൊ ഈ രണ്ട് രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിലും ദ റീഫണ്ട് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ എന്താ, ഇവിടെ കിട്ടിയ പണം അങ്ങോട്ടേക്ക് തിരിച്ചു കൊടുക്കുകയാണ്. എന്നാൽ ഡീലറെ അല്ലെങ്കിൽ ടാക്സ് പേയറെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർക്ക് കിട്ടാനുള്ള എമൗണ്ട് അവർ വാങ്ങിക്കുക അല്ലെ, അവർ ഒന്നുകിൽ അത് എക്സസ് ആയി അടച്ചതായിരിക്കാം, അതല്ലെങ്കിൽ അവർ സീറോ റേറ്റഡ് സപ്ലൈ നടത്തിയതായിരിക്കാം അല്ലെ, എക്സസ് ആയിട്ട് ITC അവരുടെ കയ്യിലുണ്ടാവാം, ക്യാഷ് ലെഡ്ജറിൽ എക്സസ് ആയിട്ട് പണം അല്ലെ ഹെഡ് മാറി അടയ്ക്കുക, ആ രീതിയിൽ വരുന്ന സിറ്റുവേഷനിലൊക്കെ തന്നെ അവർക്ക് എന്ത് ചെയ്യാം, റീഫണ്ട് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. So both the person who claims the refund and who issues a refund should be conversant with the provisions and the law in regard of the refund under the GST. ഇപ്പം റീഫണ്ട് ക്ലെയിം ചെയ്യുന്നവരും അതുപോലെ തന്നെ റീഫണ്ട് സാങ്ഷൻ ചെയ്ത് കൊടുക്കുന്നവരൊക്കെ തന്നെ ഈ നിയമപ്രകാരമുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ ഫോളോ ചെയ്തിരിക്കണം. സോ the articles contains the relevant sections, rules, circulars and GST of the circular number 135/5/2020 is dated 31/3/2020 issued regards of filing and processing of the refund electronically. ഇപ്പൊ ലേറ്റസ്റ്റ് വന്നിട്ടുള്ള ഒരു സർക്കുലർ ആണ്, സർക്കുലർ നമ്പർ 135/5 മെയ്
മാസം 2020 മെയ്യിൽ ഇറങ്ങിയ ഒരു സർക്കുലറാണ്. 135ാമത്തെ സർക്കുലറാണ് അത് ഇറങ്ങിയിട്ടുള്ളത് ഈ ഒരു ഇയറിൽ. മാർച്ച് 31 ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സർക്കുലറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റീഫണ്ട് ഇലക്ട്രോണിക്കലി അത് പ്രോസസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമുക്ക് റീഫണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്? നേരത്തെ പറഞ്ഞതാണ്, ഒന്നും കൂടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുവാണ്. സോ റീഫണ്ട് ഓഫ് അൺയൂട്ടിലൈസ്ഡ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓൺ അക്കൗണ്ട് ഓഫ് എക്സ്പോർട്ട് വിത്തൗട്ട് പേയ്മെന്റ് ഓഫ് ടാക്സ്, അല്ലെ, എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് വിത്തൗട്ട് പേയ്മെന്റ് ആണ് എങ്കിൽ അതാണ് സീറോ റേറ്റഡ് സപ്ലൈസിൽ വരുന്നത്. അവിടെ നമുക്ക് റീഫണ്ട് ക്ലെയിം ചെയ്യാം. ദെൻ റീഫണ്ട് ഓഫ് ടാക്സ് പെയ്ഡ് ഓൺ എക്സ്പോർട്ട് ഓഫ് സർവീസസ് വിത്ത് പേയ്മെന്റ് ഓഫ് ടാക്സ്. അപ്പം നേരത്തെ പറഞ്ഞത് വിത്തൗട്ട് പേയ്മെന്റ് ആയിരുന്നു. ഇനി സർവീസ് ആണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ വിത്ത് പേയ്മെന്റ് ആണെങ്കിൽ നമുക്ക് റീഫണ്ട് ചെയ്യാം. Then refund of unutilized ITC on account of supplies made to CES unit or CES developer unit without payment of tax. സെസിലേക്ക് നമ്മൾ എന്തെങ്കിലും സപ്ലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിത്തൗട്ട് പേയ്മെന്റ് ഓഫ് ടാക്സ് നമുക്ക് റീഫണ്ട് ക്ലെയിം ചെയ്യാം. അതുപോലെ തന്നെ വിത്ത് പേയ്മെന്റ് ഓഫ് ടാക്സും, സെസ് യൂണിറ്റിലേക്കുള്ളത് വിത്ത് പേയ്മെന്റും വിത്തൗട്ട് പേയ്മെന്റും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റീഫണ്ട് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും ഒരു ടാക്സ് പെയർക്ക് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ടാക്സ് പെയർക്ക്. അതുപോലെ തന്നെ അൺയൂട്ടിലൈസ്ഡ് ITC ഓൺ അക്കൗണ്ട് ഓഫ് അക്യൂമുലേഷൻ ഡ്യൂ ടു ഇൻവേർട്ടഡ് ടാക്സ് സ്ട്രക്ചർ. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മുടെ റോ മെറ്റീരിയൽസിന്റെ ടാക്സ് റേറ്റ് സപ്പോസ് 18% പക്ഷേ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ 5% ആണ് എങ്കിൽ നമ്മൾ 18 അല്ലെങ്കിൽ 12% അടച്ചിട്ടാണ് നമ്മൾ റോ മെറ്റീരിയൽസ് വാങ്ങുന്നത്. പക്ഷേ അത് പ്രോസസ് ചെയ്ത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി വിൽക്കുന്ന സമയത്ത് അവിടെ 5% ആണ് ടാക്സ് വരുന്നത്. നോർമലി ചപ്പൽസിനൊക്കെ വരുന്നുണ്ട്. അതിന്റെ ഞാൻ മുന്നേ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലേ, അതിന്റെ സോള് വാങ്ങുന്ന സമയത്ത്, അതിന്റെ ബേസ് വാങ്ങുന്ന സമയത്ത് 12% ടാക്സ് റേറ്റ് അടച്ച് അല്ലെങ്കിൽ 18% ടാക്സ് അടച്ച് നമ്മൾ റോ മെറ്റീരിയൽസ് വാങ്ങും. പക്ഷേ അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആകുമ്പോഴത്തേന് അതിന്റെ ടാക്സ് റേറ്റ് വളരെ ലോ, അല്ലെ, 5% ഒക്കെയാണ് വരുന്നത് എങ്കിൽ അവിടെ നമ്മുടെ ക്രെഡിറ്റിൽ എന്തുണ്ടായിരിക്കും, അൺയൂട്ടിലൈസ്ഡ് ആയിട്ട് എക്സസ് ITC ഉണ്ടായിരിക്കും. സോ അത്തരത്തിലുള്ള അൺയൂട്ടിലൈസ്ഡ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചറിൽ വരുന്നത് മൂലം ഉള്ള അക്യൂമുലേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ITC റീഫണ്ട് ആയിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കും. സോ അതുപോലെ തന്നെ റീഫണ്ട് ഓഫ് എക്സസ് ബാലൻസ് ചെയ്ത ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. നമ്മൾ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്ക് നമ്മൾ പറഞ്ഞു ടാക്സ് ലയബിലിറ്റി ഫുൾഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ക്രെഡിറ്റ് യൂസ് ചെയ്യാം. പക്ഷേ ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ലേറ്റ് ഫീയോ അല്ലെങ്കിൽ പെനാലിറ്റിയോ അടയ്ക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ അക്കൗണ്ടിൽ, അതായത് ക്രെഡിറ്റ് ക്യാഷ് ലെഡ്ജറിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള ക്യാഷ് ബാലൻസ് വേണം. അപ്പൊ അവരുടെ ലയബിലിറ്റി അല്ലെങ്കിൽ എത്രയാണോ ഇൻട്രസ്റ്റ് അടയ്ക്കാനുള്ളത് അത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള എമൗണ്ട് ഓരോ ടാക്സ് പെയറും അവരുടെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മൾ ഹെഡ് വൈസ് മാറി അടയ്ക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ 10,000 വേണ്ടടുത്ത് നമ്മൾ 1 lakhs ഇട്ടു, അല്ലെങ്കിൽ 1000 വേണ്ടടുത്ത് 10,000 ഇട്ടു, ബൈ മിസ്റ്റേക്ക് അങ്ങനെ ഇടുന്നുണ്ടെങ്കിലൊക്കെ എക്സസ് ആയിട്ട് ക്യാഷ് ലെഡ്ജറിൽ ബാലൻസ് ഉണ്ടെങ്കിൽ ദേ ഹാവ് ടു അപ്ലൈ ഫോർ റീഫണ്ട്. ദെൻ എക്സസ് പേയ്മെന്റ് ഓഫ് ടാക്സ്. നമ്മൾ എന്ത് ചെയ്യാണ്, ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് അവിടെ ബൈ മിസ്റ്റേക്ക് ഒരു കാൽക്കുലേഷൻ എറർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ടാക്സ് അടച്ചു. 1000 വേണ്ടടുത്ത് നമ്മൾ 10,000 ടാക്സ് അടയ്ക്കുകയാണെങ്കിൽ വി ഹാവ് ടു ക്ലെയിം ദ 9,000 rupees ആസ് എ റീഫണ്ട്. And also refund of tax paid on intra supplies which is subsequently be held to be interstate supply. ഒരു ഇൻട്രാസ്റ്റേറ്റ് ആയിരുന്നു, പക്ഷേ നമ്മളത് എന്തായി, ഇന്റർസ്റ്റേറ്റ് ആയിട്ട് കാണിച്ചു. അത് നേരെ തിരിച്ചും വരാം. ഇന്റർസ്റ്റേറ്റ് ഉള്ളത് ഇൻട്രാസ്റ്റേറ്റ് ആയിട്ട് ഹെഡ് മാറിയൊക്കെ ടാക്സ് പേയ്മെന്റ് വരാം. അപ്പൊ അത്തരം സിറ്റുവേഷനിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, റീഫണ്ടിന് ക്ലെയിം ചെയ്യാൻ സാധിക്കും. And also refund on account of assessment or provisional assessment appeal or any other order. അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കേസിലും എന്ത് ചെയ്യാം, റീഫണ്ടിന് ക്ലെയിം ചെയ്യാം. അപ്പൊ ഇത്രയും സിറ്റുവേഷനിലാണ് ഒരു ടാക്സ് പെയർ നോർമലി റീഫണ്ടിന് എലിജിബിൾ ആവുന്നത്, ഈ ഓരോ സിറ്റുവേഷനിലും. അപ്പം എക്സ്പോർട്ട് അല്ലെങ്കിൽ സീറോ റേറ്റഡ് സപ്ലൈസിന്റെ സമയത്തും, അതുപോലെ തന്നെ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ, അതുപോലെ സെസ്സിലേക്കുള്ള സപ്ലൈ, ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലുള്ള ബാലൻസ്, എക്സസ് ബാലൻസ്, അതുപോലെ ടാക്സ് പേയ്മെന്റ് എക്സസ് ആയി അടയ്ക്കുവാണെങ്കിൽ അത്, ഹെഡ് വൈസ് എന്തെങ്കിലും ബൈ മിസ്റ്റേക്ക് വരുവാണെങ്കിൽ അതെല്ലാമാണ് നോർമലി ഒരു ടാക്സ് പെയർ റീഫണ്ടിന് അപ്ലൈ ചെയ്യുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. ദെൻ ചില എക്സംഷണൽ കേസസ് ഉണ്ട്. അതായത് റീഫണ്ട് വിത്ത് ഹോൾഡ് ചെയ്ത് വെക്കുന്ന സമയം, അല്ലെങ്കിൽ റീഫണ്ട് കൊടുക്കാതിരിക്കുക, നോൺ പേയ്മെന്റ് ഓഫ് റീഫണ്ട്. അത്തരം സിറ്റുവേഷനിൽ 54 സബ്സെക്ഷൻ 3 അത് പറയുന്നത്. So, no refund of unutilized input tax credit shall be allowed in cases where the goods exported out of India are subject to export duty. Export duty pay ചെയ്തിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ അവിടെ എന്ത് കിട്ടില്ല, അവർക്ക് റീഫണ്ടിന് എലിജിബിൾ അല്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നോ റീഫണ്ട് ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഷാൽ ബി അലൗഡ് ഇഫ് ദ സപ്ലയർ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ബോത്ത് അവൈൽ ഓഫ് ദ ഡ്രോബാക്ക് ഇൻ റെസ്പെക്ട് ഓഫ് സെൻട്രൽ ടാക്സ് ഓർ ക്ലെയിം റീഫണ്ട് ഓഫ് ദ ഇന്റഗ്രേറ്റഡ് ടാക്സ് പെയ്ഡ് ഓൺ സച്ച് സപ്ലൈസ്. ഈ രണ്ട് സിറ്റുവേഷനിലാണ് അവിടെ ഒരു വിത്ത് ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. റീഫണ്ടിലെ എക്സെപ്ഷണൽ കേസസ് ആണത്. അപ്പൊ അവിടെ റീഫണ്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ രണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു,
ഒന്നെന്ന് പറയുന്നത് എക്സൈസ് ഡ്യൂട്ടിക്ക് എലിജിബിൾ ആയിട്ടുള്ള ഒരു എക്സ്പോർട്ട്, അതുപോലെ തന്നെ ഡ്യൂട്ടി ഡ്രോബാക്കിന്റെ കേസിൽ വരുന്നതും. ആ ഡ്യൂട്ടി ഡ്രോബാക്ക് അവൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഒരു ബെനിഫിറ്റ് തന്നെയാണ് കേട്ടോ. റീഫണ്ട് പോലെ തന്നെയുള്ള മറ്റൊരു ബെനിഫിറ്റ് ആണ് ഡ്യൂട്ടി ഡ്രോബാക്ക്. ഇത്തരത്തിലുള്ള ഒരു റിലാക്സേഷൻ കൊടുക്കുകയാണ്. അപ്പൊ ഈ രണ്ട് സിറ്റുവേഷനിലും അവർക്ക് റീഫണ്ടിന് എലിജിബിൾ അല്ല. അൺയൂട്ടിലൈസ്ഡ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണ് ആ സമയത്ത് ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എക്സ്പോർട്ട് ഡ്യൂട്ടിക്ക് സബ്ജക്ട് ആയിട്ടുള്ള ഗുഡ്സ് ആണെങ്കിൽ നോ റീഫണ്ട് ഓഫ് അൺയൂട്ടിലൈസ്ഡ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ദെൻ അനദർ കേസ് എന്ന് പറയുന്നത് ഡ്യൂട്ടി ഡ്രോബാക്ക് അവൈൽ ചെയ്തിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് സപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും റീഫണ്ടിന് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ. ദെൻ അതുപോലെയുള്ള മറ്റൊരു സിറ്റുവേഷൻ ആണ് നമ്മൾ ഒരു ടാക്സ് പെയർ റീഫണ്ടിന് അപേക്ഷ സമർപ്പിച്ചു. അതിന്റെ പ്രൊസീജിയർ നമ്മൾ പറയും എങ്ങനെയാണ് ഇത് ആപ്ലിക്കേഷൻ ഇടുന്നത് എല്ലാം. അപ്പം ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇഫ് ദ ടാക്സ് പെയർ ഇസ് നോട്ട് ഫർണിഷിംഗ് എനി റിട്ടേൺ ഓർ ഇസ് നോട്ട് ഫയൽ their returns, in that case also the proper officer has to withhold the refund application, or they have to reject the refund application by mentioning this reason, or have to issue a deficiency memo. അപ്പോൾ അവർ റിട്ടേൺ ഫർണിഷ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ടാക്സോ ഇൻട്രസ്റ്റോ പെനാലിറ്റിയോ അവർക്ക് അടയ്ക്കാൻ പെൻഡിങ് ഉണ്ടെങ്കിൽ അതിൽ ഡിഫോൾട്ടർ ആണ് എന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ആ റീഫണ്ട് ആപ്ലിക്കേഷൻ വിത്ത്ഹോൾഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇഫ് ദ പ്രോപ്പർ ഓഫീസർ ഈസ് ഓതറൈസ്ഡ് ടു ഡിഡക്ട് ഫ്രം ദ റീഫണ്ട് ഡ്യൂ any tax, interest, penalty, fee, or any other amount which the taxable person is liable to pay, but which remains unpaid under this act or under the existing law. അപ്പം വാറ്റ് നിയമപ്രകാരം ഒരു ഡീലർക്ക് ലയബിലിറ്റി കുറച്ച് അവിടെ പെൻഡിങ് ഉണ്ടായിരുന്നു. ദെൻ GST വന്ന സമയത്ത് ഇതുപോലെ എക്സസ് ആയിട്ടുള്ള ITCക്ക് അയാൾ റീഫണ്ട് അപേക്ഷ ഇട്ടാൽ അവിടെ ഓൾറെഡി അയാൾക്ക് പെൻഡിങ് ലയബിലിറ്റി ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കും. ഇപ്പൊ 10 lakhs റീഫണ്ട് ആപ്ലിക്കേഷൻ അയാൾ ഇട്ടിട്ടുണ്ട്. അയാൾക്ക് ഓൾറെഡി വാറ്റിന്റെ സമയത്ത് അല്ലെങ്കിൽ നിലവിൽ GSTയുടെ സമയത്ത് എന്തെങ്കിലും ലേറ്റ് ഫീയോ ഇൻട്രസ്റ്റോ അയാൾക്ക് അടയ്ക്കാൻ ബാക്കിയുണ്ടെങ്കിൽ, അൺപെയ്ഡ് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ 10 lakhs അയാൾക്ക് ഒരു 1 lakh അയാൾക്ക് ഇത്തരത്തിൽ പെൻഡിങ് ലയബിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ആ 10 lakhs നിന്ന് നമ്മൾ 1 lakh മൈനസ് ചെയ്തിട്ട് ബാലൻസ് എമൗണ്ട് ആയിരിക്കും പ്രോപ്പർ ഓഫീസർ സാങ്ഷൻ ചെയ്യുന്നത്. അപ്പൊ അതിനുള്ളൊരു പവർ ആർക്കുണ്ട്, പ്രോപ്പർ ഓഫീസർക്ക് ഉണ്ട് ഈ റീഫണ്ട് ആപ്ലിക്കേഷൻ പ്രോസസ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഈ മറ്റൊരു സിറ്റുവേഷൻ ഇതാണ്, നമ്മൾ റീഫണ്ട് സാങ്ഷൻ ചെയ്യാതിരിക്കാനുള്ള മറ്റു 3 സിറ്റുവേഷൻ ഇതാണ്. റിട്ടേൺ ഫയൽ ചെയ്യാതിരിക്കുകയോ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റോ ടാക്സോ പെനാലിറ്റിയിലോ ഡിഫോൾട്ട് വരുത്തുകയോ ചെയ്താൽ. അതുപോലെ തന്നെ ഇത്തരത്തിൽ പെൻഡിങ് ഉണ്ടെങ്കിൽ അത് ആ റീഫണ്ട് എമൗണ്ടിൽ നിന്നും ഡിഡക്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ ആ ഓഫീസർക്ക് ഉണ്ട്. ഓക്കെ, ആ കൺസേൺഡ് പ്രോപ്പർ ഓഫീസർക്ക് ഉണ്ട്. ദെൻ നെക്സ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നോൺ പേയ്മെന്റ് ഓഫ് റീഫണ്ട് ആണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 1000 രൂപയിൽ താഴെയാണെങ്കിൽ അവിടെ റീഫണ്ട് സാങ്ഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് 125/44/2019 സർക്കുലർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അത് ഹെഡ് വൈസ് ആണ് പറയുന്നത്, ഈച്ച് ഹെഡ് വൈസ് ആണ് പറയുന്നത്, സെപ്പറേറ്റ്ലി ആണ്, ക്യുമുലേറ്റീവ്ലി അല്ല 1000 എന്ന് പറയുന്നത്. 1000 + 1000 അപ്പൊ രണ്ട് ഹെഡിലും കൂടെ വരാം. ഒരൊറ്റ ഹെഡിലാണ് നമ്മൾ നോക്കുന്നത്. 1000 രൂപയിൽ താഴെയാണെങ്കിൽ അവിടെ റീഫണ്ട് സാങ്ഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് നമ്മൾ നോർമലി പറഞ്ഞിട്ടുള്ള എക്സ്പോർട്ടിന്റെ കേസിൽ, അതുപോലെ തന്നെ എന്തായിരുന്നു ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചറിന്റെ ഒക്കെ കേസിലാണ് ഈ ഒരു സിറ്റുവേഷൻ വരുന്നത്. അപ്പം എക്സസ് ക്യാഷ് ബാലൻസ് ആണ് എങ്കിൽ അത് എന്ത് ചെയ്യാം, നമുക്ക് റീഫണ്ട് കൊടുക്കാനായിട്ട് സാധിക്കും. അത് ചെറിയ എമൗണ്ട് ആണെങ്കിലും 1000 രൂപയിൽ താഴെയാണെങ്കിലും എക്സസ് ക്യാഷ് ബാലൻസ്, നമ്മുടെ ക്യാഷ് ബാലൻസിലുള്ള ബാലൻസ് എമൗണ്ടിനാണ് റീഫണ്ട് ചോദിക്കുന്നത് എങ്കിൽ അത് കൊടുക്കാനായിട്ട് സാധിക്കും. അതല്ലാതെ 5 and 6 സബ്സെക്ഷൻ 5 and 6 പറയുന്നതിനൊന്നും തന്നെ 1000 രൂപയിൽ താഴെയാണെങ്കിൽ റീഫണ്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, സോ റീഫണ്ടിന്റെ സിറ്റുവേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ ഇതൊന്ന് സമറൈസ് ചെയ്യാം നമുക്ക്. ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് റീഫണ്ടിന്റെ സിറ്റുവേഷൻ ആണ്. റീഫണ്ട് എന്ന് പറയുന്നത് GSTയിൽ അല്ലെ, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ്. നമ്മൾ പറഞ്ഞു അത് സാങ്ഷൻ ചെയ്യുന്ന ഓഫീസറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിലും ഡീലർ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ്, വെരി ഇമ്പോർട്ടന്റ് ടേം. റീഫണ്ട് നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു, ഏതൊക്കെ സിറ്റുവേഷനിലാണ് റീഫണ്ട് വരുന്നത്, അത് എത്ര വർഷത്തിന്റെ ഉള്ളിലാണ് അവർ അപ്ലൈ ചെയ്യേണ്ടത്. 1000 രൂപയിൽ താഴെയാണെങ്കിൽ അത് റീഫണ്ട് നൽകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. 0 റേറ്റഡ് അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചറിലൊക്കെ വരുന്ന സിറ്റുവേഷനിൽ. ദെൻ ഏതൊക്കെ സിറ്റുവേഷനിലാണ്, ഏതൊക്കെയാണ് റീഫണ്ടിന്റെ ഡിഫറെന്റ് സിറ്റുവേഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്, ഏതൊക്കെ രീതിയിലാണ് റീഫണ്ടിന് ഒരു ഡീലർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു. അതുപോലെ തന്നെ എവിടെയാണ് വിത്ത് ഹോൾഡ് ചെയ്ത് വെക്കുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള 54 സെക്ഷൻ 54 ആണ് റീഫണ്ട് ഡീൽ ചെയ്യുന്നത്. ആ 54 ചില എക്സെപ്ഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് എക്സൈസ് എക്സ്പോർട്ട് ഡ്യൂട്ടിയുടെ കേസും അതുപോലെ തന്നെ ഡ്യൂട്ടി ഡ്രോബാക്കിന്റെ കേസും. ദെൻ വിത്ത് ഹോൾഡ് ചെയ്ത് വെക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് റിട്ടേൺ ഫയൽ ചെയ്യാതിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ടാക്സോ ഇൻട്രസ്റ്റോ പെനാലിറ്റിയോ ഡിഫോൾട്ട് വരുത്തുന്നുണ്ടെങ്കിൽ, അത് അടയ്ക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ, അപ്പൊ ഇത്തരം സിറ്റുവേഷനിൽ ഒന്നും തന്നെ റീഫണ്ട് സാങ്ഷൻ ചെയ്യുന്നില്ല. അതുപോലെ 1000 രൂപയിൽ താഴെയാണെങ്കിൽ അവിടെയും റീഫണ്ട് സാങ്ഷൻ ചെയ്യുന്നില്ല. ഓക്കെ,